ക്രിസ്തുമസിന്റെ വരവറിയിച്ച് കുമ്പളങ്ങിയെ വർണ്ണാഭമാക്കിക്കൊണ്ട് പള്ളിയങ്കണത്തിൽ കൂറ്റൻ ആകാശവിളക്ക് സ്ഥാപിച്ചിരിക്കുകയാണ് കുമ്പളങ്ങിയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം. ചൈനയിൽ നിന്നും പോർച്ചുഗീസുകാർ 1500കളിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് ആകാശവിളക്ക്. ക്രിസ്തുമസ് കാലങ്ങളിൽ ക്രൈസ്തവ പാരമ്പര്യമായിരുന്ന ഈ ആകാശവിളക്ക് പിന്നീട് അന്യം നിന്ന് പോവുകയായിരുന്നു. ഇപ്പോൾ കൊച്ചി നഗരമധ്യത്തിൽ സ്ഥാപിച്ച ഈ ആകാശവിളക്കിന്റെ ഉയരം 45.9 അടിയാണ്. ചരിത്രമുറങ്ങുന്ന ആകാശവിളക്കിനെ കുറിച്ച് ഗുഡ്നസ് ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഈശോ ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയിൽ അവതരിച്ചതാണ് ക്രിസ്മസ്. ആ പ്രകാശമായി ലോകത്തിലേക്ക് അവതരിച്ച യേശുവിനെ മാനവർക്ക് പകർന്നു നൽകുവാനായി പണ്ടുകാലങ്ങളിൽ നമ്മൾ ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ തൂക്കിയിരുന്നതാണ് ആകാശവിളക്ക്. പിന്നീടെപ്പോഴോ നക്ഷത്രങ്ങൾ വന്നതോടുകൂടി ഈ ആകാശവിളക്ക് നമുക്ക് കൈമോശം വന്നു. ഈ ഒരു പാരമ്പര്യം അന്യം നിന്നുപോയി. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ആ പഴയ കാലഘട്ടത്തിലെ ഈ ഒരു ക്രൈസ്തവ പാരമ്പര്യം പകർന്നു നൽകാൻ, അതിനെക്കുറിച്ച് അറിവ് നൽകാൻ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആകാശവിളക്ക് ഉയർന്നിരിക്കുകയാണ്. കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ വികാരിയച്ഛനായ ഫാദർ ജോയ് ചക്കാലക്കൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, വളരെ ഈ ഒരു നക്ഷത്രവിളക്ക് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കേട്ടതാണ്, പക്ഷേ കൊച്ചിയുടെ പാരമ്പര്യം കേട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ ഒരു കുമ്പളങ്ങിയിലെ ഒരു ദേവാലയത്തിന് മുമ്പിൽ ഒരു ഇത്ര അടി ഉയരമുള്ളൊരു ആകാശവിളക്ക് സ്ഥാപിക്കാൻ കാരണം 1500കളിൽ പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ആകാശവിളക്ക് നമ്മുടെ കേരളത്തിൽ വന്നത്. അത് കഴിഞ്ഞ് ആ പാരമ്പര്യം അങ്ങനെ ഇല്ലാതായി. നക്ഷത്രവിളക്കുകൾ മാത്രമായിട്ട് അത് അവശേഷിച്ചു. അപ്പോൾ ആ പഴയ പാരമ്പര്യം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇതിനു വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് അറിഞ്ഞത് ഏതാണ്ട് 30 അടി വരെയുള്ള ആകാശവിളക്കാണ് ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ 45.9 അടി ഉള്ള ആകാശവിളക്കാണ് ഞങ്ങളിവിടെ ഉയർത്തിയിരിക്കുന്നത്. അതിന് ആ പാരമ്പര്യമൊക്കെ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അതിലെ ഉണ്ണീശോൻ്റെ ജനനത്തോടനുബന്ധിച്ച് ആ പഴയ പാരമ്പര്യം കൊണ്ടുവരാനും വേണ്ടിയാണ് ഇതിനുവേണ്ടി ശ്രമിച്ചത്. ഇതിൻ്റെ ആശയം കൊണ്ടുവന്ന നമ്മുടെ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ അച്ഛനാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഫൈനാൻസ് കമ്മിറ്റിയിൽ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിലെ ഒരു വ്യക്തി അതിൽ 3 ഭാഗം പൈസ സ്പോൺസർ ചെയ്തു. അതോടുകൂടിയാണ് ഇത് തുടങ്ങാനായിട്ട് ആരംഭിച്ചത്. ഇത് കഴിഞ്ഞ നവംബർ 17 മുതൽ ഈ ഡിസംബർ 17 വരെ ഒരു മാസത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയാക്കി തീർത്തത്. അതിന് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു 6-7 മണിക്ക് എല്ലാ ജോലിക്കാരും വന്ന് അവരൊരു 10, 11, 12 മണി വരെയൊക്കെ നിന്നാണ് അത് ചെയ്തത്. എല്ലാം ഫ്രീ സർവീസായിരുന്നു. വളരെ നല്ലൊരു കൂട്ടായ്മ പള്ളിയിൽ ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം സ്ത്രീജനങ്ങൾ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ഈ പള്ളിമുറ്റത്ത് ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ കൂടുതൽ ഭംഗിയാക്കാനായിട്ട്, കൂടുതൽ ദൃഢപ്പെടുത്താനായിട്ട് ഈ ഒരു ആശയം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ക്രിസ്മസുകൾക്ക് പ്രത്യേകമായിട്ട് നക്ഷത്രങ്ങളാണ് തൂക്കാറ്. ഇടവകളിലൊക്കെ വലിയ വലിയ നക്ഷത്രങ്ങൾ തൂക്കിയ വാർത്തകളാണ് കൂടുതലും പുറത്തു വരുന്നത്, വലിയ വലിയ നക്ഷത്രങ്ങൾ. അതിന് പകരമാണ് ആകാശവിളക്ക്. നക്ഷത്രവും ആകാശവിളക്കും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അതിൻ്റെ ഇപ്പോൾ രണ്ടും പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉയർത്തുന്നത്. അതിപ്പോൾ ആകാശവിളക്കാകുമ്പോൾ കുറച്ചുകൂടി ആകർഷണമാണ്.
നക്ഷത്രം നമുക്കിപ്പോൾ ഏത് മോഡലിലും ഒക്കെ നമുക്ക് കിട്ടും. ആകാശവിളക്കിൽ അതിന് കുറേ പരിശ്രമങ്ങളുണ്ട്. അത് ഇപ്പോൾ പലരും അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശവിളക്ക് നിർമ്മിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ? അതെ, അതെ. ഇത് ആദ്യ കാലങ്ങളിൽ പോർച്ചുഗീസുകാരായിരുന്നോ ഈ ക്രിസ്മസിന് ആകാശവിളക്ക് നിർമ്മിച്ചിരുന്നത്? കൊണ്ടുവന്നത് ആകാശവിളക്കിൻ്റെ ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസാണ് 1500കളിലാണ്. അത് കഴിഞ്ഞ് ആ ഒരു പാരമ്പര്യം അങ്ങനെ ഇല്ലാതായി അത് നക്ഷത്രത്തിലേക്ക് മാറുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം നമ്മൾ ജനങ്ങൾക്കൊന്ന് പകർന്നു കൊടുക്കാനും നമ്മുടെ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ ദൃഢപ്പെടുത്താനൊക്കെയാണ് ഉദ്ദേശിച്ചത്. അത് വളരെ ഒരു വിജയമായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊച്ചിയിലെ ഒരു ക്രിസ്മസ് അതെപ്പോഴും വേറിട്ട ഒരു ക്രിസ്മസ് ആണ്. ഫോർട്ട് കൊച്ചിയിലൊക്കെ ആയിട്ടാലും ക്രിസ്മസ് കാലങ്ങളിൽ എല്ലാവരും കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഈ ഒരു ആകാശവിളക്ക് അത് കൊച്ചിയിലെത്തുന്ന കാഴ്ചക്കാർക്ക് വലിയൊരു സന്തോഷവും കണ്ണിന് കുളിർമയൊക്കെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു. കൊച്ചിയിലെ ഈ ഒരു ആകാശവിളക്കിന് പിന്നിൽ കഴിഞ്ഞ ഒരു മാസത്തിന് ഏറെയായി കഠിനമായി അധ്വാനിച്ച് നിൽക്കുന്ന കലാകാരന്മാരും ഇതുമായി പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റിക്കാരൊക്കെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇന്നാണ് ഇപ്പോൾ ഒരു സ്വിച്ച് ഓൺ കർമ്മം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. വലിയൊരു പ്രോഗ്രാമായിട്ട് ഇവിടെ കഴിഞ്ഞു. എന്ത് തോന്നുന്നു? കൺവീനർ അല്ലേ? ജോയ് മാനുവൽ. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരണം അത്രക്കും മനസ്സ് സന്തോഷമായി. അപ്പോൾ എന്തൊക്കെ തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് നമുക്കിത് ഇവിടെ സാധ്യമായത്. പിന്നെ നമുക്ക് നമ്മുടെ വികാരി അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒത്തിരി തൊഴിലാളികളുണ്ട്. അവരുടെ പ്രയത്നം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അവർ രാത്രി 12 മണി വരെയൊക്കെ അവർ പണിതിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും സന്തോഷം. ആദ്യമായിട്ടല്ലേ ഈ ദേവാലയത്തിൽ ഇങ്ങനെ ആകാശവിളക്ക് തൂക്കുന്നത്? അതെ, ഫസ്റ്റ് ടൈം. അപ്പോൾ ഇങ്ങനൊരു ആശയം വന്നപ്പോൾ ആകാശവിളക്ക് ഈ ദേവാലയത്തിൽ ഉയരണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചി സംബന്ധിച്ചോളം ഏറെ പാരമ്പര്യമുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതും ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആകാശവിളക്ക് എന്ന നിലയിലേക്കാണ്. ആ ഒരു ഇത്രയും വലുത് ഉയർത്തണം, വലുത് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്ത, അതൊക്കെ എങ്ങനെയാണ് വന്നത്? ശരിക്കും ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അസോസിയേറ്റ് വികാരി പ്രസാദ് അച്ഛനാണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നത്. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 വർഷമേ അച്ഛൻ ഇവിടെ ചാർജ് എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ മുൻപ് സേവനം അനുഷ്ഠിച്ച ജീവമാതാ പള്ളിയിൽ ഇതുപോലെ വലിയ നക്ഷത്രവും അതുപോലെ തന്നെ വലിയ മാലാഖയും അച്ഛൻ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇടവക പള്ളിയിലും അച്ഛൻ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചത്. അപ്പോൾ അവതരിപ്പിച്ചപ്പോൾ ഇടവക ഒന്നടങ്കം 946 കുടുംബം ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും വിജയമായി ഇത് നമുക്ക് സാധ്യമായത്. ഈ ഒരു ആകാശവിളക്കിൻ്റെ പിന്നിലെ എഞ്ചിനീയർ അല്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട്? എന്തൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലേക്ക് ചെയ്ത കാര്യങ്ങൾ? പ്രസാദ് അച്ഛനാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും. അതിന് തുടക്കം മുതലേ അതിൻ്റെ ഡിസൈൻ അച്ഛൻ്റെ ഒരു ആശയമാണ് നമ്മളത് ഡിസൈനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് 3Dയിലേക്ക് വരുമ്പോൾ നമുക്ക് പള്ളിയിൽ എങ്ങനെയാണ് വരും എന്നുള്ളത് രീതിയിൽ നമ്മൾ 3Dയിൽ ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത്ര ഉയരം വേണമെന്നുള്ളത് ആരായിരുന്നു? എങ്ങനെയായിരുന്നു? പ്രസാദ് അച്ഛൻ തന്നെയാണ്. അച്ഛന് ആകാശം മുട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇതിൽ, അപ്പോൾ നമ്മുടെ പള്ളിയുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ. ഇതൊക്കെ വെല്ലുവിളികളായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിൽ? അത് ഒരുപാടുണ്ട്. സ്ട്രക്ചറിൽ കാര്യങ്ങൾ കൂടുതലും ഷായിച്ചേട്ടനാണ് അത് ഡിസൈൻ ചെയ്ത്. കാരണം നമുക്കത് ഡിസൈൻ ചെയ്തതനുസരിച്ചാണ് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും നോക്കി ചെയ്തത്. അപ്പോൾ ഷായിച്ചേട്ടൻ അതിനെക്കുറിച്ചൊക്കെ ഇതിപ്പോൾ ഈ ഒരു ആശയം പറഞ്ഞല്ലോ, പ്രസാദച്ചൻ്റെ ഒരു ആഗ്രഹമാണ്. അത് വികാരിയച്ഛൻ അപ്രൂവൽ കൊടുത്ത് ഇടവചനങ്ങളെല്ലാവരും ഒരേ മനസ്സിലായിട്ട് എന്നുള്ളതാണ്. ഇതൊരാളുടെ വിജയമല്ല, ഈ ഇടവേടം മൊത്തം വിജയമാണ്. അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഓരോ പണിക്കാരും അവർ പകർത്തിവരും ജോലി ചെയ്തിട്ട് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞാലും ഒരു ക്ഷീണവും ഇല്ലാതെ എത്ര മണി വരെ നിൽക്കാൻ റെഡിയാണ്. അതുപോലെ ആരാണ് മെച്ചമെന്നൊക്കെ പറയാൻ പറ്റില്ല.
എത്ര ആ ഒരു സപ്പോർട്ടാണ് ഓരോരുത്തരും തന്നത്. അത് തന്നെ ഇതിൻ്റെ ആ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രകാശത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറയണം. അതൊരു വലിയൊരു വെളിച്ചമാണത്. അത് ഞങ്ങളുടെ ഇടവകയിലേക്ക് ചെല്ലും, ഇടവകയിൽ മറ്റു ഇടവകയിലേക്ക് ചെല്ലും, ചെല്ലണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനെ ബേസ് ചെയ്താൽ ഇങ്ങനെ ഒരു വിളക്ക് ഞങ്ങളിവിടെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ടിത് ഒരു മാസത്തെ 1.5 മാസത്തിന് 1.5 മാസമേ ഉള്ളൂ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് 1 മാസമായിട്ടില്ല. ഈ 1 മാസത്തെ കാലത്തിനുള്ളിൽ തീർക്കുക എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് നമുക്ക് സാമ്പത്തികമായിട്ട് അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മൂന്നിലൊന്ന് തന്നേക്കാമെന്ന് പറഞ്ഞ ഒരാൾ യാതൊരു നമ്മൾ ഇങ്ങനെ പറയാതെ തന്നെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ തന്നെ നമുക്ക് നടക്കുന്നൊരു ഉറപ്പായി. പിന്നെ ബാക്കി പലരുടെയും അകമഞ്ഞ സംഭാവന ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ജോലിക്കാർക്ക് അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് അത് സമയത്ത് തീർക്കാനായിട്ട് അവരുടെ പല കുടുംബാവശ്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട്. ഇതിന് മുമ്പ് ഇങ്ങനെ സ്റ്റാറൊക്കെ നമ്മൾ ഉണ്ടാക്കി കണ്ടാവും, ആകാശവിളക്ക് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നവരായിട്ട് കണ്ടോ, അങ്ങനെ വല്ല പരിചയം ഉണ്ടായിരുന്നു? ഇല്ല. ഇതിൻ്റെ ഡിസൈൻ തീരുമാനിച്ചത് ഫോർട്ട് കൊച്ചിയിലെ ആകാശവിളക്കിനെ നമ്മളതിൻ്റെ ഗൂഗിളിലെടുത്ത് എന്നിട്ട് അതിൻ്റെ റേഷ്യോ നോക്കി വെറുതെ അതിൻ്റെ ടോപ്പ് എത്ര ഉണ്ടാവും, എത്ര ഉദ്ദേശ പിക്ചറിൻ്റെ എത്ര ഭാഗം ഹൈറ്റ് ഉണ്ടാവും, അതിൻ്റെ ട്രയാങ്കിൾ എത്ര ഉണ്ടാവും എന്നാൽ മെഷർമെൻ്റ് അല്ല, അതിൻ്റെ റേഷ്യോ നോക്കിയിട്ട് അച്ഛൻ 46 അടി പൊക്കം പറഞ്ഞു. അപ്പോൾ അതിന് ആ റേഷ്യോ എങ്ങനെ ഡിവൈഡ് എടുക്കാം അങ്ങനെ വെച്ചിട്ട് ഓരോന്നിൻ്റെയും ബോഡി ഹൈറ്റും അങ്ങനെ അച്ഛൻ പറഞ്ഞ ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. അതിന് ആ വിളക്ക് വെച്ച് അങ്ങനെ റേഷ്യോ ഉണ്ടാക്കിയെടുക്കാം. അത് ഞങ്ങൾ ആലോചിച്ച് തന്നെ എനിക്ക് എന്നെ കുറച്ച് സഹായിക്കാൻ ജോമനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ മുൻപരിചയമൊന്നുമില്ല, നമുക്കിതൊരു സംഭവം യാഥാർത്ഥ്യമാക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് നടക്കാത്തൊന്നുമില്ലല്ലോ. അതിന് നമുക്ക് ഇതിന് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആഗ്രഹം മതി. സപ്പോർട്ട് ചെയ്യാൻ ഇടവചനങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വകുപ്പിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളൊരു ആശയമാണ് അച്ഛൻ പറഞ്ഞത്. ഷാജിടം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എല്ലാം ആകാശവിളക്കെന്നും പറഞ്ഞ് ഇവർ സമീപിച്ചപ്പോൾ എന്ത് തോന്നി? നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, എനിക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഇതായിട്ട് തോന്നി. പക്ഷേ ഷാജിടം പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നില്ല. ഒരുപാട് സന്തോഷം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മുടെ കേരളത്തിലെ എല്ലാവരോടും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കൊച്ചിക്ക് ഇങ്ങോട്ട് പോരുന്നല്ലേ എല്ലാവരും പറയുന്നത്? ഈ ഒരു ആകാശവിളക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറയും ഇങ്ങോട്ട് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് പോരാനായിട്ട്. ഇപ്പോഴത്തെ തലമുറ ആകാശവിളക്ക് എന്താണെന്ന് കണ്ടിട്ടില്ല, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും കണ്ടിട്ടില്ല. കാര്യം എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ശരിക്കും ആകാശവിളക്കിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറക്ക് ഒരു പ്രചോദനമാണ് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ ആകാശവിളക്ക്. എന്തായാലും ഇത് തന്നെയാണ് ഈ ഒരു ഇടവകയിലെ ആൾക്കാർക്ക് പറയാനുള്ളത്. ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ നേരെ കൊച്ചിയിലേക്ക് പോര്, കുമ്പളങ്ങിക്ക് പോര്, ഈ ഒരു സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലേക്ക് പോര്. 1500കളിലൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടമായ ആ ഒരു പാരമ്പര്യം ഇന്ന് ഇവരുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ആകാശ വിളക്കായി നമുക്ക് മുമ്പിൽ ഉയർത്തി കാട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കാണേണ്ട നല്ലൊരു മനോഹരമായ ഈ ദൃശ്യമാണ് ഈ ക്രിസ്മസിന്. അതുകൊണ്ട് ആരും തന്നെ മിസ് ചെയ്യണ്ട, എല്ലാവരും ഇങ്ങോട്ട് പോരും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു.